വയനാട് ചുരം മലകളെ കീഴടക്കിയൊരു ചരിത്രയാത്ര. പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പണിഞ്ഞ മലനിരകൾക്കിടയിൽ മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന ഒരു വഴിയുണ്ട്. അതാണ് നമ്മുടെ വയനാട് ചുരം. ഇന്ന് കോഴിക്കോട് ഭാഗത്തു നിന്ന് വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വളവുകളും കയറ്റങ്ങളും നിറഞ്ഞ മനോഹരമായൊരു പാത മാത്രമായി തോന്നാം. എന്നാൽ ഈ ചുരത്തിന്റെ ഓരോ വളവിനു പിന്നിലും നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. മഴ പെയ്തു നനഞ്ഞ മലഞ്ചെരുവുകൾ, മഞ്ഞു മൂടിയ കൊടുമുടികൾ, താഴെ അഗാധമായ കൊക്കകൾ, അതിനിടയിലൂടെ മല കയറിപ്പോകുന്ന പാത. ഒരു കാലത്തിവിടെ റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ വയനാട് പ്രദേശം വലിയൊരു വനപ്രദേശമായിരുന്നു. മനുഷ്യരുടെ സഞ്ചാരം ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ പോലെ വാഹനങ്ങളും വീതിയേറിയ റോഡുകളും ഉണ്ടായിരുന്നില്ല. കോഴിക്കോടിന്റെ സമതല പ്രദേശങ്ങളിൽ നിന്ന് വയനാട്ടിന്റെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുന്നവർക്ക് പശ്ചിമഘട്ടം വലിയൊരു പ്രകൃതി ദുർഗമായിരുന്നു. മല കയറണമെങ്കിൽ കാടിന്റെ ഉള്ളിലൂടെ കടന്നു പോകണം. ആനകളുടെ ചിഹ്നം വിളി, കാട്ടുപോത്തിന്റെ ശബ്ദം, ഇരുട്ടിൽ ഇലകൾ അനങ്ങുന്ന ശബ്ദം, അപരിചിതമായ കാട്ടുവഴികൾ. യാത്ര ഒരു സാഹസികത തന്നെയായിരുന്നു. അക്കാലത്ത് വ്യാപാരികളും കർഷകരും നാട്ടുകാരും ഈ മലനിരകളിലൂടെ സഞ്ചരിച്ചിരുന്നു. വയനാട്ടിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും വനവിഭവങ്ങളും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തിക്കാനും സമതലങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ മലമുകളിലേക്ക് കൊണ്ടുപോകാനും ഇത്തരം വഴികൾ പ്രധാനപ്പെട്ടവയായിരുന്നു. വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രധാന കാട്ടുപാതകളിൽ ഒന്നായിരുന്നു പെരിയ ചുരം. വയനാടിന്റെ ചരിത്രത്തിൽ വ്യാപാരത്തിനും ഭരണത്തിനും സൈനിക നീക്കങ്ങൾക്കും ഈ കാട്ടുവഴികൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. മലകൾ സ്വാഭാവികമായി തീർത്ത കോട്ടകളെ പോലെയായിരുന്നു. അവയെ മറികടന്ന് വയനാട്ടിലെത്തുക എളുപ്പമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വയനാട് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരികൾക്ക് ഈ ചുരങ്ങളും കാട്ടുവഴികളും തന്ത്രപ്രധാനമായിരുന്നു. കാലം അങ്ങനെ മുന്നോട്ടു പോയി. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരനായ പോരാളികളിൽ ഒരാളായ കേരളവർമ്മ പഴശ്ശിരാജാവിന്റെ കാലഘട്ടം വന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ പഴശ്ശിരാജാവിന്റെ പോരാട്ടത്തിൽ വയനാട്ടിലെ കാടുകളും മലകളും നിർണായകമായിരുന്നു. കാടിന്റെ ഓരോ പാതയും അറിയുന്ന നാട്ടുകാരും ആദിവാസി വിഭാഗങ്ങളും പഴശ്ശിരാജയുടെ പോരാട്ടത്തിന് പിന്തുണ നൽകി. ബ്രിട്ടീഷ് സൈന്യത്തിന് തുറന്ന മൈതാനങ്ങളിൽ യുദ്ധം ചെയ്യുന്നത് എളുപ്പമായിരുന്നു. പക്ഷേ വയനാട്ടിലെ കാടുകളിൽ അവിടെ കഥ മാറി. മരങ്ങളുടെ മറവിൽ നിന്ന് ആക്രമണം, കാട്ടുവഴിയിലൂടെ പെട്ടെന്നുള്ള നീക്കം, ഒരു നിമിഷം പോലും ശത്രുവിന് മനസ്സിലാകാത്ത വിധത്തിലുള്ള ഗറില്ല പോരാട്ടം. അങ്ങനെ വയനാട്ടിലെ മലകളും കാടുകളും പഴശ്ശിരാജാവിന്റെ പോരാട്ടത്തിലെ സ്വാഭാവിക കൂട്ടാളികളായി മാറി. കാലം പിന്നെയും മാറി. ബ്രിട്ടീഷ് ഭരണകാലത്തും പിന്നീട് ആധുനിക ഭരണകാലത്തും കാട്ടുപാതകൾ ക്രമേണ വികസിപ്പിക്കപ്പെട്ടു. കാടിനുള്ളിലെ ഇടുങ്ങിയ വഴികൾ കൂടുതൽ സഞ്ചാരയോഗ്യമായ പാതകളായി മാറി. പിന്നീട് വാഹനങ്ങളെത്തി, ലോറികളെത്തി, ബസ്സുകളെത്തി, വ്യാപാരം വർദ്ധിച്ചു. കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കാട്ടുപാതകൾ പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. ഇന്ന് നാം ചുരം കയറുമ്പോൾ കാണുന്ന ഓരോ വളവും വർഷങ്ങളായുള്ള മനുഷ്യശ്രമത്തിന്റെ ഫലമാണ്. ഇന്ന് വയനാട് ചുരം കേരളത്തിലെ ഏറ്റവും മനോഹരമായ മലനിരകളിലൂടെയുള്ള യാത്രകളിൽ ഒന്നാണ്. ചുരം കയറുമ്പോൾ താഴേക്ക് നോക്കിയാൽ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു പോകുന്ന താഴ്വരകൾ, ദൂരെയായി പച്ചപ്പിൽ കിടക്കുന്ന ഗ്രാമങ്ങൾ, മഴക്കാലത്ത് വെള്ളച്ചാട്ടങ്ങളായി ഒഴുകുന്ന മലഞ്ചെരുവുകൾ, മഞ്ഞു നിറഞ്ഞ പ്രഭാതങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് വയനാട് ചുരത്തിന്റെ സൗന്ദര്യം. എന്നാൽ ഈ സൗന്ദര്യത്തിനപ്പുറം ഒരു വലിയ ചരിത്രമുണ്ട്. ഒരിക്കൽ മനുഷ്യർ കാൽനടയായി കാടുകൾ താണ്ടിയ വഴികൾ, പഴശ്ശിരാജാവിന്റെ പോരാട്ടങ്ങൾ കണ്ട മലകൾ, വ്യാപാരികളുടെ യാത്രകൾ, ബ്രിട്ടീഷ് കാലത്തെ കാട്ടുവഴികൾ, പിന്നീട് വാഹനങ്ങൾ ഓടിത്തുടങ്ങിയ ആധുനിക റോഡുകൾ, ഇതെല്ലാം ഈ ചുരത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. വയനാട് ചുരം ഒരിക്കലും വെറും ഒരു റോഡായിരുന്നില്ല. അത് രണ്ട് ഭൂമിശാസ്ത്ര പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച ഒരു പാലം മാത്രമല്ല, രണ്ട് കാലഘട്ടങ്ങളെ ബന്ധിപ്പിച്ച ഒരു ചരിത്രപാത കൂടിയാണ്. ഇന്ന് നാം വണ്ടികളിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ മലനിരകൾ കടന്നുപോകുന്നു. പക്ഷെ ഒരിക്കൽ ഈ മലകൾ കടക്കാൻ മനുഷ്യർ ദിവസങ്ങളോളം കാടിനുള്ളിലൂടെ സഞ്ചരിച്ചിരുന്നിരിക്കാം. അവരുടെ ഒന്നും കാൽപ്പാടുകൾ എന്ന് കാണില്ല. പക്ഷെ അവർ നടന്ന വഴികളുടെ ഓർമ്മകൾ ഈ മലകളിൽ ഇന്നും ജീവിക്കുന്നു.